സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ എല്ലാവരെയും ചേർത്ത് വയ്ക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിമലകലേക്ക് ഞങ്ങളെ എല്ലാവരെയും ചേർത്ത് വയ്ക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സൃഷ്ടി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പുരാന്റെ അപേക്ഷിച്ചു. ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാം തിരുവചനം. മത്തായി 5:44. നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ശത്രുക്കളെ സ്നേഹിക്കുവിൻ എന്നാണ് ഈ വചനത്തിലൂടെ തമ്പുരാൻ നമ്മോട് പറയുന്നത്. നമുക്ക് ശത്രുക്കളെ സ്നേഹിക്കാൻ ഒരു മനസ്സ് വേണം. ശത്രുക്കളെ സ്നേഹിക്കാൻ നമുക്ക് എല്ലാവർക്കും കൃപ ലഭിക്കണം. ഈ വചനം പറയുന്നത് എനിക്കും ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ക്ഷമിക്കാനുള്ള കൃപയില്ല, സ്നേഹിക്കാനുള്ള കൃപയില്ല. അത് നമുക്കെല്ലാവർക്കും ലഭിക്കാൻ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈശോ പറഞ്ഞതുപോലെ തന്നെ ശത്രുക്കളെ സ്നേഹിച്ചും നമ്മെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും അങ്ങനെ നല്ലൊരു ജീവിതം നയിച്ച് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞ ഈശോയെ, വചനത്തിലൂടെ ഇത്രയും നേരം നീ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നല്ലോ. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നരുളി ചെയ്ത കർത്താവേ, ശത്രുക്കളെ സ്നേഹിക്കാനും പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഉള്ള കൃപാവരം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും ആമേൻ. ദൈവം തരുന്നതും ദൈവം അനുവദിക്കുന്നതും ദൈവം ആശീർവദിക്കുന്നതും മാത്രം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുവാൻ സർവശക്തനും കാരുണ്യവാനും ദയാലുവുമായ നല്ല നമ്പുരാൻ ഇടയാക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും